അവശേഷിക്കുന്ന ചുരുക്കം ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാൻ റെയ്ഡ് ചെയ്ത് രോഗികളെയും ഡോക്ടർമാരെയും ജീവനക്കാരെയും ഇസ്രായേൽ സേന ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചു. രോഗികളെ നിർബന്ധിച്ച് ആശുപത്രിയുടെ പുറത്തേക്ക് മാറ്റിയ ശേഷം വസ്ത്രങ്ങൾ അഴിപ്പിക്കുകയും ചെയ്തു. ആശുപത്രി പൂട്ടിയ ശേഷം ലാബടക്കമുള്ള മുറികൾക്ക് സൈന്യം തീയിട്ടതായിട്ടും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസയിൽ അതിശൈത്യം നേരിടുന്നതിനിടയിലാണ് രോഗികളോടുള്ള അധിനിവേശ സേനയുടെ ക്രൂരത. ചില രോഗികൾ അജ്ഞാത കേന്ദ്രങ്ങളിലേക്കും മറ്റു ചിലരെ ആക്രമണത്തിൽ തകർത്ത ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത്. 75 രോഗികളിൽ 25 പേരും 109 ജീവനക്കാരിൽ 60 പേരും ആശുപത്രിയിൽ തന്നെ തുടരുകയാണെന്ന് മന്ത്രാലയം പറഞ്ഞു. തൊട്ടടുത്ത കെട്ടിടത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 മെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ 50 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കമാൽ അദ്വാൻ ആശുപത്രി ഒഴിപ്പിച്ചത്. ആശുപത്രിയുടെ പല ഭാഗത്തും തീ വെച്ചിരിക്കുകയാണെന്ന് ഹുസാം അബു സൂഫിയയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ ഒരു ജീവനക്കാരി പറഞ്ഞു. ഓക്സിജൻ വിതരണം വിച്ഛേദിച്ചതായും ആശുപത്രിക്ക് പുറത്തുള്ള ചില രോഗികൾ ഏതു നിമിഷവും മരിക്കുമെന്നും ജീവനക്കാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.